ഒരാളുടെ പ്രവൃത്തിയെ ആ വ്യക്തിയായി നമ്മൾ പലപ്പോഴും പേഴ്സോണിഫൈ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യാനാണ് ഈശോ നമ്മോട് പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് ആശ്രമത്തിൽ വന്ന കള്ളന്മാർ ഒന്നും കിട്ടാതെ അവർ തിരിച്ചുപോയി എന്ന് കേൾക്കുമ്പോൾ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനും അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഭിക്ഷയാചിച്ച് കിട്ടിയ ഭക്ഷണത്തിൽ നിന്ന് കൊടുക്കാനും അസീസിലെ ഫ്രാൻസിസ് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരിക്കലും അവരുടെ കളവിനെയോ കള്ളത്തരത്തെയോ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിട്ടല്ല, മറിച്ച് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിൽ കണ്ട വ്യക്തിയാണ് അസീസിലെ ഫ്രാൻസിസ്. പഴയ നിയമത്തിൽ നാം ഇത് തന്നെ കാണുന്നുണ്ട്. കൊലപാതകിയായ കായനെ അവസാനം ദൈവം തൻ്റെ മുദ്ര ചാർത്തുന്നു. ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ദൈവാംശമുണ്ടെന്നും നന്നായി ഒന്ന് ഊതിക്കത്തിച്ചാൽ, നന്നായി ഒന്ന് വളമിട്ട് കൊടുത്താൽ അതിനെ വളർത്തിയെടുക്കാമെന്നും ഈശോ പറഞ്ഞത് അതേപടി പ്രവർത്തിച്ച വ്യക്തിയാണ് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ്. അനുദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ആന്തരിക സംഘർഷം ഇതാണ്. പല നിലപാടുകളെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തപ്പോഴും നിലപാടുകളിൽ വിയോജിപ്പുണ്ടാവുകയും വ്യക്തിയെ സ്നേഹിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. പലപ്പോഴും നിലപാടുകൾക്ക് പകരം വ്യക്തികളെ ആക്രമിക്കുകയും വ്യക്തിഹത്യ ചെയ്യുകയും വ്യക്തികളെ വെറുക്കുകയും നാം ചെയ്യുമ്പോൾ ഈശോയുടെ സ്നേഹത്തിൽ നിന്നും നാം അകന്നു പോകുന്നു. അസീസിലെ ഫ്രാൻസിസ് തൻ്റെ കാലത്തിൽ നമ്മെ പഠിപ്പിച്ചതുപോലെ കള്ളന് പുറകെ പോയി കവർച്ച ചെയ്ത് സാധനങ്ങൾ മോഷ്ടിച്ചെടുക്കുന്നവന് അങ്ങോട്ട് പോയി ഭക്ഷണം കൊടുക്കുന്ന മാതൃക നമ്മളെ സ്വാധീനിക്കട്ടെ. നിലപാടുകളിൽ വ്യത്യാസമുണ്ടാകുമ്പോഴും വ്യക്തികളെ പൂർണ്ണമായി സ്വീകരിക്കാൻ, അവരിലെ നന്മയെ കണ്ടെത്താൻ, അതിനെ കുറച്ചുകൂടെ ഊതി മിനുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.